ഇപ്പോഴൊരു വീഡിയോ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മധ്യവയസ്കനും ഒരു സ്ത്രീയും ബസ്സിൽ പോകുമ്പോൾ കള്ളനോട്ടെന്ന് പറഞ്ഞിട്ട് പാട്ടിട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോയ്ക്കെതിരെ ഇപ്പോൾ കുറേ പേര് റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്. അത് അയാൾ നിരപരാധിയാണ്, അയാൾ അങ്ങനത്തെ നോട്ടമല്ല നോക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ വൈറലാകാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് പേർ എല്ലാവരുമല്ല കുറച്ച് പേർ വുമൻസ് കാർഡ് ഇറക്കി കളിക്കുകയാണോ? അടുത്തിരിക്കുന്നവർ തട്ടി മുട്ടി കാണിച്ചു നോക്കി ഇത്തരത്തിൽ പറഞ്ഞ ഒരു വീഡിയോ വൈറലാവാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. പിറ്റേന്ന് അവർ സെലിബ്രേറ്റിയാണ്. ഇൻ്റർവ്യൂ, റിയാക്ഷൻസ് വീഡിയോ എന്തൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ പുരുഷന്മാരുണ്ട്, ഇല്ല എന്നല്ല. അവർക്കിട്ട് പ്രതികരിക്കുകയും വേണം, പണി കൊടുക്കുകയും വേണം. പക്ഷേ ഇത്തരത്തിൽ വൈറലാവാൻ വേണ്ടി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇവർ അവിടെ ഇരുന്ന് പ്രതികരിച്ചില്ല? അത്രയ്ക്കും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അവർ പിന്നെയും അവിടെ തന്നെ ഇരുന്ന് അത് എന്തിനു സഹിക്കണം? ചില വീഡിയോ കാണുമ്പോൾ വിശ്വാസയോഗ്യമല്ലേ എന്നൊരു സംശയം തോന്നാറുണ്ട്. ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. മെൻസ് അസോസിയേഷൻ, അതായത് പുരുഷ സംഘടന മാത്രമല്ല, ഇന്ന് സ്ത്രീകളും ഇതിനെതിരെ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു വൃത്തികേട് ഒരു പുരുഷൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്തൊരു കഷ്ടമാണ്. അയാൾ എല്ലാവരുടെ മുമ്പിലും എന്തിന് അപമാനിക്കപ്പെടണം? തെറ്റുകാരാണെങ്കിൽ ഓക്കെ, അപമാനിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം. നിരപരാധിയാണെങ്കിലോ? ഇന്ന് സ്ത്രീകൾക്കെതിരെയും, അതായത് മോശപ്പെട്ട രീതിയിൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു. സ്ത്രീകൾ എങ്ങനെയെങ്കിലും ആകട്ടെ, പക്ഷേ ഒരു സ്ത്രീ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുകയോ പ്രശ്നങ്ങൾ നേരിടുകയോ ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക വേണം. അവർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടാകുകയും വേണം. പക്ഷേ ഇത്തരത്തിലുള്ള വിശ്വാസയോഗ്യമല്ലാത്ത വീഡിയോ ഇട്ട് കുറ്റക്കാരല്ലെങ്കിൽ നിരപരാധികൾ അപമാനിക്കപ്പെടാൻ ഇടവരരുത്.